ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? ഞാനൊരു ഇടവേള കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. എത്ര കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിച്ചാലും നമ്മൾക്ക് ഇടക്ക് ഒരു വീഡിയോ എടുക്കാനൊക്കെ മടിയൊക്കെ ആവും. അപ്പൊ അതുകൊണ്ട് ഇടക്ക് വീഡിയോസ് ഒന്നും വരാറില്ല. ഇപ്പൊ കുറച്ച് ഗ്യാപ്പായി. അപ്പൊ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നോക്കാം. എല്ലാവരുടെ ഒരു ടൈം നമുക്ക് ഒരേപോലെ ആയിരിക്കില്ലല്ലോ മൂഡ്. ചിലപ്പോൾ വീഡിയോ എടുക്കാനുള്ള നല്ല മൂഡ് ആയിരിക്കുമ്പോൾ കുറേ വീഡിയോസ് എടുത്തു കൂട്ടും, പിന്നെ ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ഗ്യാപ്പായിരിക്കും. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനതെല്ലാം അരിഞ്ഞു വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ചപ്പാത്തി ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച് ഇനിതാ നമ്മൾക്കത് മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പൊ നൈസായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വയറ്റി കിട്ടും. സവാള കട്ട് ചെയ്യണ ആ ഒരു സ്ലൈസറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത്ര നൈസായിട്ട് അരിയുന്നത്. ഞാൻ അരിയുമ്പോൾ ഇത്ര കനത്തിൽ അരിഞ്ഞ് കിട്ടാറില്ല. സവാള ഒക്കെ നന്നായി വയറ്റി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പച്ചമസാല ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ടെടുക്കും. നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണല്ലോ പ്രധാനം. അപ്പം ഞാൻ ഇത് ചതക്കാനൊന്നുമില്ല, ആ ഒരു പേസ്റ്റ് ഉള്ളത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കണം. പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വയറ്റി വന്നതിന് ശേഷം ഒരു ഡ്രൈ സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലാണ്. പിന്നെ അതൊന്നും അതിൽ ഉടഞ്ഞു. ഞാൻ ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്, തേങ്ങാപ്പാലൊന്നും ഇപ്രാവശ്യം ഒഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റോസ്റ്റ് പരുവത്തിലാകാൻ വേണ്ടിയിട്ട് നന്നായി തക്കാളി ഉടയണം. തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇത് ഉടഞ്ഞ് സെറ്റായി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആ ഒരു മസാലയൊക്കെ അതിലിങ്ങനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പുഴുങ്ങിയ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം സെറ്റായതിനു ശേഷം കുറച്ച് മല്ലിയില നമ്മൾക്ക് മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.